ഓരോ അവസരങ്ങളെയും മുതലെടുക്കണം. ബാദിറൂ ബിൽ അമാൽ, മുബാദറ എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നോട്ട് വരിക എന്നാണ്. സമയം പാഴാക്കാതെ മുന്നോട്ട് വരിക. ഈ രൂപത്തിലുള്ള ഹദീസുകൾ ധാരാളമായി കാണാൻ സാധിക്കും. ബാദിറൂ ബിൽ അമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, ബാദിറൂ ബിൽ അമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ വന്ന് പതിക്കുന്നത് പോലെ ഫിത്നകൾ വന്ന് മൂടുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങളിൽ മുന്നേറൂ. സമാനമായ ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ബാദിറൂ ബിൽ അമാലി സിത്തൻ, 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അമലുകൾ വർദ്ധിപ്പിച്ചോളൂ എന്നാണ്. ഏതൊക്കെയാണത്? തുലൂ അശ്ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. സൂര്യൻ നാം ഇന്ന് അത്ഭുത വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നാം വിചാരിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. ഒരു സുപ്രഭാതത്തിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ തൗബക്ക് പോലും പിന്നീട് അവസരമുണ്ടാവുകയില്ല, പശ്ചാത്തപിക്കാനുള്ള അവസരം പോലും ഉണ്ടാവുകയില്ല, നന്നാവാൻ വിചാരിച്ചാൽ പോലും സാധ്യമല്ല, ഈമാൻ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ പോലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവനിഷേധികൾ, മതനിഷേധികൾ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ എല്ലാവരും ഗൗരവപൂർവ്വം മനസ്സിലാക്കുക, പശ്ചാത്തപിക്കാൻ ഒരവസരം ലഭിക്കാതെ പോകുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അടയാളങ്ങൾ കണ്ടിട്ട് പശ്ചാത്തപിച്ചു മടങ്ങൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അതാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ്, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ്, ലഅല്ലഹും യർജിഊൻ, നിങ്ങൾക്ക് മടങ്ങാനുള്ള അവസരമാണ്, മടങ്ങാനുള്ള അവസരമാണ്. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ, ഈ രോഗങ്ങൾ, പ്രയാസങ്ങൾ എല്ലാവർക്കും മടങ്ങാനുള്ള അവസരമാണ്. അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും. വിശ്വാസികളുടെ കൂട്ടത്തിൽ തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിന് അനുരൂപമായി കൊണ്ടല്ലാതെ ജീവിക്കുന്ന ആളുകൾ, തൗഹീദ് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായികൾ ശിർക്കിൻ്റെ ആളുകളായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള സമയമാണ്. സുന്നത്ത് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടുന്ന വിശ്വാസികൾ ആ സുന്നത്തിനെ മാറ്റിവെച്ച് ബിദ്അത്തുകളെ പുൽകുകയാണെങ്കിൽ അവർക്ക് മാറി ചിന്തിക്കാനുള്ള അവസരമാണ്. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് വ്യക്തിവിശുദ്ധിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ആഹ്വാനം ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങൾ മദ്യപാനത്തിലും വ്യഭിചാരത്തിലും ചൂതാട്ടത്തിലും പലിശയിലും തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലും മുഴുകിയാണ് കഴിയുന്നതെങ്കിൽ അവർക്കും മടങ്ങാനുള്ള അവസരമാണ്. അതുകൊണ്ട് ഇത് ചില ആളുകൾ ധരിച്ചതുപോലെ അവിശ്വാസികളായ ആളുകൾക്ക് മാത്രമുള്ള പരീക്ഷണമല്ല, അതല്ലെങ്കിൽ വിശ്വാസികളായ ആളുകളുടെ വിശ്വാസം തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള പരീക്ഷണവുമല്ല. മറിച്ച് എല്ലാവരും മടങ്ങുവാൻ, എല്ലാവരും ചിന്തിക്കുവാൻ, എല്ലാവരും ഒരു മരണാനന്തര ജീവിതത്തിൻ്റെ സാമീപ്യത്തെ മനസ്സിലാക്കി ജീവിതത്തിൽ വിശുദ്ധിയുള്ള ആളുകളായി മാറുവാൻ, അതിനുവേണ്ടിയാണ് ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരം അടയാളങ്ങളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. അതിൽ ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നന്നാവാൻ വിചാരിച്ചാൽ പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അമലുകളിലേക്ക് മുന്നേറാനുള്ള ഈ ഒരു ആഹ്വാനം പ്രവാചകൻ നടത്തിയിട്ടുള്ളത്. തുലൂ അശ്ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഒരു വാർത്ത ലോകം കേൾക്കാനിരിക്കുന്നു. അവിദ്ദുഹാൻ, അല്ലെങ്കിൽ വലിയ ഒരു പുക. ദുഹാൻ എന്ന് പറഞ്ഞാൽ പുക. അത് ലോകത്തെ മുഴുവൻ ഇരുട്ടിലാഴ്ത്തുമാറ് അത് വ്യാപിക്കും. അവിദ്ദജ്ജാൽ, അല്ലെങ്കിൽ ദജ്ജാൽ വരുന്നതിന് മുമ്പ്. അവിദ്ദാബ്ബ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരു ജീവി പുറപ്പെടും. ആ ജീവി പുറപ്പെടുന്നത് തന്നെ മുസ്ലിമീങ്ങളെയും അല്ലാത്തവരെയും വേർതിരിക്കാനാണ്. മുസ്ലിമീങ്ങളെയും അല്ലാത്തവരെയും വേർതിരിക്കാനാണ്. അതിനുശേഷം പിന്നീട് ഒരു വിഭജനമില്ല. ഔ ഖാസ്സത അഹദിക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു വ്യക്തിയെ പ്രത്യേകമായി വരുന്ന. ഖാസ്സത്തു അഹദ് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മരണമാണ്. ഈ പറഞ്ഞതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും മരണം സുനിശ്ചിതമാണ്. ദജ്ജാൽ വന്നാലും ഇല്ലെങ്കിലും മരിക്കും, ദുഹാൻ വന്നാലും ഇല്ലെങ്കിലും മരിക്കും, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും ഇല്ലെങ്കിലും മരിക്കും.
മരണം സുനിശ്ചിതമാണ് എല്ലാവർക്കും ഏതു സന്ദർഭത്തിലും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാളുടെ മരണം വരുന്നതിനു മുമ്പ് അമലുകൾ വർദ്ധിപ്പിക്കൂ. ഔ അമ്രൽ ആമ്മ, അല്ലെങ്കിൽ ആമ്മായ കാര്യം അഥവാ ഖിയാമുസ്സാഅ, എല്ലാവരെയും ബാധിക്കുന്ന ഖിയാമത്ത് നാൾ, എല്ലാവരും മരിക്കുന്ന ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായി ഓരോ ആളുകളും മരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അമലു സ്വാലിഹാത്തുകളിൽ മുന്നേറണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിനെക്കുറിച്ചാണ് ഒന്നാമത് ദിക്ർ ഉണ്ടായിട്ടുള്ളത്, ശ്രദ്ധിക്കുക. എന്നാൽ ഇമാം മുസ്ലിം തന്നെ റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന ഇതേ ആശയമുള്ള മറ്റൊരു ഹദീസ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ബാദിറു ബിൽ അമാലി സിത്തൻ, നിങ്ങൾ 6 കാര്യങ്ങൾക്ക് മുമ്പ് സൽക്കർമ്മങ്ങളിൽ മുന്നേറണം. അവ്വലൻ, ആദ്യം പറഞ്ഞത് അദ്ദജ്ജാൽ, ദജ്ജാലാണ്. നേരത്തെ പറഞ്ഞത് തുലൂഉ ശംസി മിനൽ മഗ്രിബ്, എന്നാൽ ഇവിടെ പറയുന്നത് ദജ്ജാലാണ്. വദ്ദുഖാൻ വദാബത്തുൽ അർദ് വതുലൂഉ ശംസി മിൻ മഗ്രിബിഹാ വഅംറൽ ആമ്മ അഥവാ ഖിയാമത്ത് നാൾ വഖുവൈസത അഹദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം.